നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവം കൊലപാതകം. പ്രതി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അമ്മയെന്ന് പറഞ്ഞിട്ട് സ്ത്രീവേഷം കെട്ടി നടക്കുന്ന അമ്മയുടെ പവിത്രത കളഞ്ഞിട്ട് സ്വന്തം കുഞ്ഞിനെ തന്റെ കാമുകനെ കൊല്ലാനിട്ട് കൊടുത്ത ആ നരഭോജി എന്ന് പറയുന്ന അവളെയും ആ 1.5 വയസ്സായ ആ പിഞ്ചു കുഞ്ഞിനെയും കൊന്ന 2 നായിന്റെ മക്കളെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ? അഖില അർഷാദ്. ഈ അർഷാദ് എന്ന് പറയുന്ന പുന്നാര മോനാണ് 1.5 വയസ്സായ ആ പിഞ്ചു കുഞ്ഞിനെ മാസങ്ങളോളം ആക്രമിച്ചത്. പിഞ്ചു കുഞ്ഞാണ്, 1.5 വയസ്സ്. എന്താണ് വിഷം കൊടുത്താൽ പോലും ചിരിച്ചുകൊണ്ട് കഴിക്കുന്ന പ്രായം. ഒന്ന് സംസാരിക്കാൻ പോലും തുടങ്ങിയിട്ടില്ല. ആ കുഞ്ഞിനെയാണ് ഈ 2 നായ്ക്കളും കൂടി ചേർന്ന് ഈ ദുനിയാവെന്ന് ഇല്ലാതാക്കിയത്. എന്തിന്റെ പേരിലായിരുന്നു? അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞ് ഒരു ബാധ്യതയായിട്ട് മാറി. ശ്വാസം മുട്ടി മരിച്ചെന്നാണ് ആൾക്കാരെല്ലാം പറഞ്ഞത്. ചോറ് മണ്ടയിൽ കയറി ശ്വാസം മുട്ടി മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പോലീസിന്റെ അന്വേഷണത്തിലാണ് ഇത് കൊലപാതകമെന്ന് തെളിഞ്ഞത്. നോക്കണേ, ഇവളൊക്കെ ഒരു അമ്മയാണോ? 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനെ തന്റെ കാമത്തിന് വേണ്ടിയിട്ട്, തന്റെ കാമുകനുമായിട്ട് കുഞ്ഞുങ്ങളില്ലാതെ രസിച്ചുല്ലസിക്കാൻ വേണ്ടിയിട്ട് കൊന്നുകളഞ്ഞത്. എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നാടിന്റെ പോക്കാണ്. ഇതൊന്നും സ്ഥിരം കാഴ്ചയാണിത്, മനസ്സിലായില്ലേ? സ്വന്തം മക്കളെ കൊന്നിട്ട് അമ്മമാര് പോകുന്നത്, കാമുകന്റെ കൂടെയൊക്കെ പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്താ പറയേണ്ടത്? എങ്ങനെയാണ് നിനക്ക് ആ 1.5 വയസ്സായ ആ കുഞ്ഞിനെ കൊല്ലാൻ തോന്നിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കണ്ടില്ലേ, ആ കുഞ്ഞിന്റെ 2 കൈകളും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവൂലേ? കൈയൊക്കെ പിടിച്ച് തിരിച്ചും മറ്റുമൊക്കെ ഓടിച്ചിട്ടുണ്ടാവുമല്ലോ. ഇവളെയൊക്കെ അമ്മയെന്ന് വിളിക്കാൻ പറ്റും? സത്യം പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ കിട്ടാതെ എത്ര സഹോദരങ്ങളെന്നറിയാം. ഓരോ ഹോസ്പിറ്റലുകളിലും അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചുകളിലും കയറി ഇറങ്ങുന്നത്, മനസ്സിലായോ? എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, തൈക്കാട്. ആ തൈക്കാടിലൊന്ന് പോയി നോക്കണം. വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളെ കിട്ടാത്ത പ്രായമായ അച്ഛനും അമ്മയും വരെ അവിടെ ഒരു കുഞ്ഞിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, ഒന്ന് സ്വന്തം കുഞ്ഞിനെ അച്ഛ, അമ്മ അല്ലെങ്കിൽ ഉമ്മ, വാപ്പ എന്ന് വിളിക്കുന്നത് കേൾക്കാൻ കൊതിച്ചിട്ട് അവിടെ നിൽക്കാറുണ്ട്. കാരണം ഞാൻ അനുഭവസ്ഥനാണ്, ഞാൻ പോയിട്ടുള്ളതാണ് അവിടെ. എന്താ ഇത് നോക്കേ. നിനക്ക് വേണ്ട, നിനക്കോ അവനോ വേണ്ടെങ്കിൽ ആ പൊന്നു മോന, ആ പിഞ്ചു മോന, എത്രയോ അനാഥാലയങ്ങളുണ്ട്. അല്ലെങ്കിൽ മക്കളില്ലാത്ത ആർക്കെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ അവര് സന്തോഷമായിട്ട് വളർത്തില്ലേ? കൊല്ലണമായിരുന്നു അതിന് ആ ദുനിയാവില്. ആ പിഞ്ചും നീയൊന്നും തിന്നാൻ കൊടുക്കണ്ട, അതെങ്ങനെയെങ്കിലും വളരൂലേ? ഇത് കേരളമല്ലേ, ആരെങ്കിലും വളർത്തൂലേ ആ കുഞ്ഞിനെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിനെ 2 കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാൻ തോന്നുന്നുണ്ട്. കൊല്ലാൻ, അതായത് നീ തൂക്കുകയറ് കിട്ടിയാലും വേണ്ടിയില്ല, കൊന്നുകളയാൻ തോന്നുന്നുണ്ട്. അമ്മാതിരി ദേഷ്യമുണ്ട് ഈ 2 നായിന്റെ മക്കളോട്. സത്യമായിട്ട് തന്നെ അമ്മാതിരി ദേഷ്യമുണ്ട്. വല്ലാത്തൊരവസ്ഥയാണ്. എന്താ പറയേണ്ടത്? ആ കുഞ്ഞിന്റെ മുഖം ഒന്ന് കണ്ടോക്ക്. വല്ലാത്ത സങ്കടം വരികയാണ് കാണുമ്പോ തന്നെ. 1.5 വയസ്സ്, ഒന്നും മിണ്ടാൻ പോലും പഠിച്ചിട്ടില്ലാത്ത കുഞ്ഞ് അല്ലേ? എന്തോരം കരഞ്ഞിട്ടുണ്ടാവും ആ കുഞ്ഞിനെ ഈ ആക്രമിച്ചപ്പോ ഈ നായ്ക്കൾ അല്ലേ? ഈ അമ്മ എന്ന് പറയുന്നവളും തല്ലിയിട്ടുണ്ടാവില്ലേ ആ കുഞ്ഞിനെ അല്ലേ? എന്താ പറയാ, നമ്മുടെ നാടിന്റെ പോക്ക് ഇതാണ്. വല്ലാത്തൊരു അവസ്ഥ തന്നെ മക്കളെ. രാവിലെ ഈ വാർത്ത കണ്ടപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ്, ഇത് കൊലപാതകമാണ്, ഇത് കൊലപാതകമാണ്, ഇത് കൊലപാതകമാണ്. എന്താന്നല്ലേ, കണ്ടു നോക്ക്. നെടുമങ്ങാട് 1.5 വയസ്സായ ഒരു പൊന്നുമോന, അച്ഛനല്ല, 2ാം അച്ഛൻ വേണമെങ്കിൽ പറയാം, അമ്മയുടെ കാമുകൻ എന്ന് വേണമെങ്കിലും പറയാം. അമ്മ വീട്ടിലില്ലായിരുന്ന സമയത്ത് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചോറ് മണ്ടയിൽ കയറി മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി തന്നെ കുഞ്ഞ് മരണപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് കൊലപാതകം എന്നാണ് പറയുന്നത്. കണ്ടില്ലേ? രാവിലെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് ഇത് കൊലപാതകം തന്നെയായിരിക്കുമാണ്. എന്തെന്നറിയോ? 1.5 വയസ്സായ കുഞ്ഞിന്റെ കൈയും കാലിലും ഇത്രയും ഒടിവ് ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1.5 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിന്റെ കൈയും കാലും ഒന്ന് ആലോചിച്ച് നോക്കിയ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തോരം ക്രൂരത ആ കുഞ്ഞ് സഹിച്ചിട്ടുണ്ടാവും. 1.5 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞ് എന്തോരം ക്രൂരത സഹിച്ചിട്ടുണ്ടാവും. സ്വന്തം അച്ഛനല്ല, മനസ്സിലാക്കണം. അമ്മയുടെ 2ാം കെട്ട് അല്ലെങ്കിൽ കാമുകനാണ്, ഒന്ന് മനസ്സിലാക്കേണ്ടത്. സ്വന്തം അച്ഛനാണെങ്കിലേ വേദന ഉണ്ടാവും, ഇത് സ്വന്തം അച്ഛനല്ല. എന്താ പറയേണ്ടത്? 1.5 വയസ്സായ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് നിനക്ക് എങ്ങനെ കൊല്ലാൻ തോന്നിയടാ? അല്ല നായിന്റെ മോനെ, നിനക്ക് എങ്ങനെ കൊല്ലാൻ തോന്നി? നീ എന്തിനാണ് ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണോ നീ അതിനെ കൊന്നത്? അങ്ങനെയെങ്കിൽ എത്ര പേരുണ്ടാ മക്കളില്ലാത്ത, എത്ര കുഞ്ഞുങ്ങൾ നോക്കുന്ന അനാഥാലയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. നിനക്ക് വേണ്ടെങ്കിൽ അവിടെ കൊണ്ട് ഉപേക്ഷിച്ചാൽ പോരെ ആ കുഞ്ഞിനെ? അതിനെ കൊല്ലണമായിരുന്നോ? നീ എന്തിനാടാ അതിനെ കൊന്നത്? അല്ല എന്റെ നായിന്റെ മോനെ, നീ എന്തിനാടാ അതിനെ കൊന്നത്? ഇത് മാധ്യമങ്ങൾ എന്താണ് ഈ കൊന്നവന്റെ ഫോട്ടോ വിടാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ കൊന്നവന്റെ ഫോട്ടോ വിടണം, ജനങ്ങൾ അറിയണ്ടേ ഇവനെയൊക്കെ പോലീസ് കൊണ്ടുപോയിട്ട് നമ്മുടെ നികുതി പണം കൊടുത്ത് തീറ്റ കൊടുത്ത് ജയിലിലിട്ട് വളർത്തിയെടുത്തിട്ട് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവനെയൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാനുള്ള ഒരു നിയമം ഉണ്ടാവണം, മനസ്സിലായില്ലേ? നമ്മുടെ നിയമങ്ങൾ മാറാനുണ്ട്. ഇത്തരം കുട്ടികളോട് ക്രൂരത കാണിക്കുന്ന ഇവനെയൊക്കെ സ്പോട്ടിൽ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം വരണം. 1.5 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞിനെ ചോറ് കൊടുത്ത് മണ്ടേ കയറി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ എനിക്ക് തോന്നുന്നു ഇവനെ മണ്ടേ കൊന്നിട്ടുണ്ടാവൂലേ, കുത്തിപ്പിടിച്ച് കൊന്നിട്ടുണ്ടാവൂലേ കുഞ്ഞിനെ? ഇല്ലേ? കുഞ്ഞിനെ ഇങ്ങനെ ഇതാക്കി കൊന്നിട്ടുണ്ടാവും. എന്നിട്ട് കുഞ്ഞ് ശ്വാസം മുട്ടി മരിച്ചാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ മുഖം കണ്ടിട്ട് തന്നെ എന്തോരോ സങ്കടം വരുന്നതെന്നറിയോ? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇപ്പൊ എനിക്ക് എൻ്റെ 2 മക്കളാ. ഇന്നിപ്പം മഴയത്തൊരുത്തി കുളിച്ചിട്ട് വീണെന്ന് പറഞ്ഞപ്പം എൻ്റെ ചങ്ക് പിടിഞ്ഞു. ഞാൻ എത്ര വട്ടാ വിളിച്ചു ചോദിച്ചെന്നറിയോ? പിന്നെ അവളെ വിളിക്കുന്നുണ്ട്, ആരാ എൻ്റെ മോളെ വിളിച്ചിട്ട് നിനക്ക് എങ്ങനെ കുഴപ്പമുണ്ടോ പറയുന്നുണ്ട്. നമുക്ക് അമ്മാതിരി ചങ്ക് പടക്കലാണ് ചെറിയ മക്കൾ. അതിന് ഏത് മക്കളാവട്ടെ. എങ്ങനെയാടാ നിനക്കൊക്കെ ഈ ക്രൂരത ചെയ്യാൻ തോന്നുന്നത്? വല്ലാത്തൊരു സങ്കടം തന്നെ. നിനക്കൊക്കെ എങ്ങനെ ഈ ക്രൂരത ചെയ്യാൻ തോന്നുന്നതെന്നാണ് ആലോചിക്കുന്നത്. ആ 1.5 വയസ്സായ ആ പിഞ്ചു കുഞ്ഞിനെ ഇല്ലാതാക്കിയപ്പോ എന്ത് കിട്ടിയടാ നായിന്റെ മോനെ നിനക്ക്? പറയടാ നായിന്റെ മോനെ, നിനക്ക് എന്ത് കിട്ടി? നിനക്കും ആ പെണ്ണുമായിട്ട് സൂക്ഷിച്ചു കഴിയാൻ വേണ്ടിയിട്ടാണോ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്? ഉഫ്, വല്ലാത്ത ക്രൂരത തന്നെടാ. ഇവനെയൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട കേരള പോലീസിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ഇവനെയൊക്കെ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഇവരിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കി കിടത്തണം. എഴുന്നേറ്റ് നടക്കാൻ പറ്റരുത് ഇവനൊന്നും, എഴുന്നേറ്റ് നടക്കരുത്. നീ ജീവിതത്തിൽ ഇവനൊന്ന് എഴുന്നേറ്റ് നടന്ന് ഒരു കൈ കൊണ്ട് ചോറ് വാരി തിന്നാൻ കഴിയാത്ത രീതിയിലാക്കണം. ആ പിഞ്ചു കുഞ്ഞിനോട് ചെയ്ത ക്രൂരതയ്ക്ക് ഇവൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ അതൊക്കെ കൊടുത്തോളി. നിങ്ങൾ ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഒരു തേങ്ങയും നോക്കണ്ട. ഇവൻ എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അങ്ങ് കൊന്നുകളയാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് കൊന്നുകളഞ്ഞേക്ക്. വിഷത്തിൽ അങ്ങ് കൊന്നുകളഞ്ഞേക്ക് ഇവനെയൊക്കെ. എന്തിനാണ് ഇവനെ പോലുള്ളവന്മാർക്ക് നാടിന്? അല്ലാണ്ട് എന്താ പറയാ, കുഞ്ഞിന്റെ മുഖമൊന്നും നോക്കിയേ, ഒന്നും പറയാനല്ല മക്കളെ.